ഹലോ, അപ്പോൾ വെൽക്കം ടു അദ്രിയാസ് വ്ളോഗ്. അപ്പോൾ കാലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കും. അദ്രിക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. പിന്നെ ഞാൻ ഇന്നലെ ചെമ്മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് പുറത്ത് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കൂർക്ക ഇന്നലെ തലേ ദിവസം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എനിക്ക് വന്നു. അത് കഴിഞ്ഞ് പൂരിക്കുള്ളത് കുഴച്ച് വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ പിന്നെ പോയിട്ട് അദ്രിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തുകൊണ്ടിരിക്കലാണ് കെട്ടിയവൻ്റെ വക ഞാനിപ്പോൾ പൂണ്ടാന്ന് പറഞ്ഞത്. അപ്പോഴേക്കും പിന്നെ വേഗം ചടപടയിന്ന് വേഗം വന്ന് നമ്മുടെ പൂരിക്കുള്ള ബാജിക്കറി നമ്മുടെ ഉരുളൻകിഴങ്ങ് ബാജിക്കറി വേഗം പെട്ടെന്ന് ഉരുളൻകിഴങ്ങ് തോടും കാര്യങ്ങളൊക്കെ ചെയ്ത് അരിഞ്ഞ് വേഗം അത് വെച്ചു. അപ്പോൾ അത് വെച്ചോണ്ടിരിക്കലേ അതിലെന്തൊക്കെയോ പറയുണ്ടായി. അത് അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ആ വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ കാലത്ത് ചേട്ടനുള്ളത് കൊണ്ട് അദ്രി ചേട്ടൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ കളിച്ചോളും കാലത്ത്. അപ്പോൾ പെട്ടെന്നായിരുന്നു, അപ്പോൾ ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ പിന്നെ ചേട്ടന് ക്ലാസ്സും കാര്യങ്ങളുണ്ട്. അപ്പോഴേക്കും വേഗം എന്ത് പൂരിക്കുള്ള കുഞ്ഞു ഉരുളകളാക്കിയിട്ട് അത് പരുത്തിയെടുത്ത് വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് നമ്മുടെ പൂരിയും നമ്മുടെ ബാജിക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടനുള്ളത് മാത്രം ഞാൻ പെട്ടെന്ന് വേഗം ഉണ്ടാക്കി. അപ്പോൾ അത് കൊണ്ട് മേശമ വെച്ചപ്പോണ്ട് ഒരാൾ നല്ല കളി കൈനറ്റിക് സാൻഡ് എടുത്തിട്ട്. അപ്പോൾ ചേട്ടൻ കഴിക്കാൻ പോവാണ്. ചേട്ടന് ക്ലാസ്സിലേക്ക് പോകണം. ഹലോ ഗൈസ്, അപ്പോൾ ദേ അദ്രി എന്താ തിന്നണേ? പൂരിയും കറിയും. അപ്പോൾ പൂരിയും മസാലയല്ല ബാജിക്കറി കഴിക്കുകയാണ്. അപ്പോൾ അദ്രിക്കുട്ടി കഴിക്കട്ടെ. ചേട്ടൻ ഇവിടെ കഴിക്കുന്നുണ്ട്. ചേട്ടനിപ്പോൾ പോകണം. അപ്പോൾ അങ്ങനെ വേഗം വന്ന് ബാക്കിയുള്ള പൂരിക്കും കൂടി വറുത്തു. അത് കഴിഞ്ഞ് ഒരാൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേഗം അപ്പോൾ പോണ വഴിക്കാണ് ചേട്ടൻ പറഞ്ഞത് പാർക്കിൽ പോവാം എന്നുള്ളത് കാലത്ത്. ചേട്ടൻ അല്ലെങ്കിൽ ക്ലാസ് സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീൻ്റെ ഇതൊക്കെ തോട് കളഞ്ഞ് നമ്മുടെ നടുവിലത്തെ ആ വേരൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഞരമ്പോ എന്തോ പറയുക തന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും കൂടി വേവിച്ച് വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾക്ക് പാർക്കിൽ പോണ്ടേ അപ്പോൾ പാർക്കിൽ പോകാനുള്ള സന്തോഷത്തിലാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഓരോന്നൊക്കെ എടുത്തു വന്നത്. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ റെഡിയാണ്, പാർക്കിലേക്ക് പോകാൻ റെഡിയാണ്. എവിടേക്കാണ് പോണേ? ബൈ. അപ്പം ഇനി പാർക്കിലെത്തിയിട്ട് കാണാം. അപ്പോഴേക്കും പിന്നെ ചേട്ടൻ താഴെ വന്നു. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളിതേ പോവാണ് വണ്ടിയിൽ. അപ്പോൾ അദ്രിക്ക് ഞാൻ ഈ തൊപ്പി വെച്ച് കൊടുക്കും, കാരണം അത് മാസ്കുമായി കാറ്റ് നമ്മുടെ ചെവി കൂടെ കാറ്റ് കയറുമില്ല. അപ്പോൾ നല്ല സേഫാണ് ആ തൊപ്പി. അപ്പോൾ അത് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആ ഒരു ചോപ്പമരം നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു അതിനെ ഗുൽമോഹർ എന്നാണ് പറയാൻ തോന്നുന്നുണ്ട്. മലയാളത്തിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായി അത്. അപ്പോഴേക്കും ഒരാൾ അവിടെ ഓരോ ഊഞ്ഞാലുമേയും സ്ലൈഡിനും ഒക്കെ കയറി ഇഴുകാനൊക്കെ തുടങ്ങി. അപ്പോൾ പാർക്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് അവളെ നോക്കൽ. അപ്പോൾ അങ്ങനെ അച്ഛൻ നോക്കണ്ടായി. എനിക്ക് ആ മരം ഭയങ്കര ഇഷ്ടമായി. ആ പൂവുള്ള മരം ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായി കാണാനായിട്ട്. അതിൻ്റെ താഴെ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു പ്ലേസ് കാണാനായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടക്കാനുള്ള പാതയൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ ഒക്കെ നല്ലൊരു വലിയൊരു പുളിമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ വലിയ വെയിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ കരിമ്പൊക്കെ. അപ്പോൾ ഞങ്ങളൊരു കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അദ്രിയും ഞാനൊക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് വിശപ്പ്. അപ്പോൾ ഞാൻ ഒരു 2 ബിസ്ക്കറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഞാനും ഒരെണ്ണം തിന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പോഴേക്കും കറി നമ്മുടെ ചെമ്മീൻ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ കൂർക്കയും വേവിച്ച് വെച്ചിട്ടാണ് പോയത്. കൂർക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കാച്ചണം. പിന്നെ നമ്മുടെ റോസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ പെട്ടെന്ന് അതും ചെയ്യാം. 11 മണി കഴിഞ്ഞു. അങ്ങനെ വേഗം കൂർക്ക ഉപ്പേരി നമ്മുടെ ഇടിച്ച മുളക് ഇടിച്ച മുളകിട്ടിട്ട് കുത്തിപ്പൊടി മുളകിട്ട കൂർക്കയും പിന്നെ നമ്മുടെ ഇന്നത്തെ താരം ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ അത് രണ്ടും കൂടി ഉണ്ടാക്കി
അങ്ങനെ ലാവിഷായിട്ട് ചോറുണ്ടു. ഓക്കേ, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ്, മോർണിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മോർണിംഗ് വ്ളോഗ്. മോർണിംഗിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി വന്നു. പിന്നെ ഇവിടുത്തെ ചെറിയ കുറച്ച് കാര്യങ്ങൾ എൻ്റെയും അതിരുടെയും ചേട്ടൻ്റെ ആയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് മോർണിംഗ് വ്ളോഗായിട്ട് ഇന്ന് ഞാൻ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. അപ്പോഴത്തേക്കും ബൈ. Bye-bye. Thank you.